ലീഗൽ ലിറ്ററസി മിഷന്റെ എയ്ബ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയ്ബ് പരീക്ഷ എഴുതാൻ പോകുന്ന അഭിഭാഷക സുഹൃത്തുക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ആദ്യമായി ഈ പരീക്ഷ അഭിമുഖീകരിക്കാൻ പോകുന്ന അഭിഭാഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. 3-4 മിനിറ്റുകൾ വീതമുള്ള 3-4 വീഡിയോ ആയിട്ടാണ് ഞാനിത് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സമയ ചുരുക്കമുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപോകാം. ശബ്ദം കേട്ടാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണ്. എയ്ബ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞാൽ കോപ്പിയല്ല, ഒറിജിനൽ. കാണുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങളുടെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വയ്ക്കുക. ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്നത് സാധാരണമാണ്. നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്നത് എയ്ബ് 19ന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മറ്റാരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, എൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ എഴുതി പാസ്സായ ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യം ചോദ്യ പേപ്പർ കാണാം. രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ആകെ എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും? തീർച്ചയായും അത് 100 ചോദ്യങ്ങളാണ്. ആകെ 100 ചോദ്യങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ചോദ്യ പേപ്പറിൽ റോൾ നമ്പർ ഉണ്ടാകുമോ? തീർച്ചയായും നമ്മുടെ ചോദ്യ പേപ്പറിൽ നമ്മുടെ ഹാൾ ടിക്കറ്റിലുള്ള റോൾ നമ്പർ ഉണ്ടാകും. മാത്രമല്ല, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും. അതും അതിൽ തന്നെ കാണാവുന്നതാണ്. ഇനി 100 ചോദ്യങ്ങളെ ഉള്ളൂ എങ്കിലും 4 സെറ്റുകൾ ഉണ്ടാകും മിനിമം. അങ്ങനെയെങ്കിൽ 400 ചോദ്യങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായും ഇല്ല. 100 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓരോ സെറ്റിലും അത് ഷഫിൾ ചെയ്ത് ചേർത്തിട്ടുണ്ടാവും. അങ്ങനെ ആകെ 100 ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതായത് അടുത്തിരിക്കുന്ന ആളിന്റെ ഉത്തര പേപ്പർ നോക്കി നമ്മൾ ഉത്തരം എഴുതിയാൽ നമ്മുടെ ഉത്തരം തെറ്റായി പോകും. കാരണം ചോദ്യങ്ങളുടെ നമ്പറുകൾ വ്യത്യസ്തമായിരിക്കും. ഇനിയുമുണ്ട്, നമ്മുടെ ചോദ്യം കൃത്യമായും സീൽ ചെയ്ത് കോൺഫിഡൻഷ്യലായി മുദ്ര പതിപ്പിച്ചിരിക്കും. എന്തായാലും ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ഭാരതത്തിൽ നടക്കുന്ന പരീക്ഷകളൊന്നാണ് നമ്മുടെ എയ്ബ് പരീക്ഷ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏറ്റവും മുകളിലായിട്ട് സെന്ററിന്റെ കോഡ് ഉണ്ടാവും, എഴുതുന്ന ഭാഷ ഉണ്ടാവും, നമ്മുടെ റോൾ നമ്പർ ഉണ്ടാവും, ക്വസ്റ്റ്യന്റെ നമ്പർ ഉണ്ടാവും, പിന്നെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും ഏത് സെറ്റിൽ നിന്നുള്ളതാണെന്ന് ആ സെറ്റിന്റെ കോഡ് ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റിന്റെ പേര് എഴുതാനും റോൾ നമ്പർ എഴുതാനും, അഭിഭാഷകർ എൻറോൾ ചെയ്തവരാണെങ്കിൽ എൻറോൾമെന്റ് നമ്പർ എഴുതാനുമുള്ള കോളമാണ്. അത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകമുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ വിശദമായി നമുക്ക് പറയാം. ഏറ്റവും അവസാനമായി പ്രത്യേകമായി കാണേണ്ട ഒന്ന് ഏറ്റവും അവസാനത്തെ പേജാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്നത് നമുക്ക് പ്രത്യേകമായി സ്പേസ് ഫോർ റഫ് വർക്ക് എന്ന നിലയിൽ ഒരു പേജ് പ്രത്യേകമായി കാണാം. എന്തെങ്കിലും എഴുതാനും കുറിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ മാത്രം എഴുതി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യത്യാസം കണ്ടാൽ അപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിൽക്കുന്ന, നമ്മുടെ റൂമിൽ നിൽക്കുന്ന ഇൻവിജിലേറ്ററെ കാര്യങ്ങൾ അറിയിക്കണം, ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ സെറ്റ് കോഡ് എന്ന് ഉള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യ പേപ്പറിന്റെ ഓരോ പേജിലും ആ സെറ്റ് കോഡ് ഉണ്ടായിരിക്കും. എല്ലാ പേജിലും ആ സെറ്റ് കോഡ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എയ്ബ് പരീക്ഷ എഴുതാൻ പോകുന്ന അഭിഭാഷക സുഹൃത്തുക്കൾക്ക് വേണ്ടി ചോദ്യ പേപ്പറാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനി വിശദമായി ചില കാര്യങ്ങളുടെ അക്കാര്യത്തിൽ പറയാനുണ്ട്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ഉത്തര കടലാസ് കാണണ്ടേ? അത് OMR ഷീറ്റാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഉത്തര കടലാസ് കാണും.